ഈ ഒരു കോൾ സമ്മറി വെച്ചാണോ നിങ്ങൾ എന്നെ കോർണർ ചെയ്യാൻ നോക്കുന്നത്? ഹലോ, ഫോൺ ചെയ്തതിനല്ല, ഇത് ചെയ്ത മാനുവലിനെ കൃത്യം നടക്കുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങൾ മെസ്സേജ് അയച്ചു. എന്തിനായിരുന്നു? അതിനുള്ള ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ പറ്റൂ. അതിന് ഇമാനുവൽ ഞങ്ങളുടെ ഒരു നല്ല സുഹൃത്തായിരുന്നു. പക്ഷെ അവന് വിപിനോട് എന്ത് വൈരാഗ്യം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. ചായ കുടി. ഞാനിപ്പോ വരാം. വേണ്ട സർ. കഴിച്ചു. പണി പാളി. സന്ധ്യ പറയുന്നത് നീ വിപിനോടുള്ള എന്തോ വൈരാഗ്യത്തിന് ചെയ്തതാണെന്നാ. അവൾക്കെതിരെ ഒരു പ്രൂഫും ഇല്ല. അവള് സുഖമായിട്ട് ഊരിപ്പോരും. തൻ്റെ കാര്യമാ കഷ്ടം. ഇത്ര ചെറുപ്പത്തിലെ വിപിനെ കൊല്ലാൻ മാത്രം തനിക്ക് അവനോട് എന്ത് വൈരാഗ്യമാണ് ഉണ്ടായിരുന്നത്? പ്രശ്നമാണ്. കോടതി, ശിക്ഷ, ജയിൽ, കഷ്ടപ്പെടും. മനസ്സിലുള്ള വിഷമം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ വലിയ ആശ്വാസമാണ്. അതെ, ഇതിൽ ഇൻകമിങ് മാത്രമേ ഉള്ളൂ, ഔട്ട് ഗോയിങ് ഇല്ല. ഞാൻ വേണ്ട വേണ്ട 100 വട്ടം പറഞ്ഞതാ. അവനെ കൊന്നാൽ എനിക്ക് അവളെ കെട്ടാൻ പറ്റുമെന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ച് എന്നെ കുട്ടി ചെയ്യിച്ചതാ. അല്ലാതെ ഞാൻ മനസ്സറിച്ച് ചെയ്തതല്ല സാറേ. ഉച്ചയ്ക്ക് വേണ്ടിയുള്ള ദൈവം ഞാൻ ഒരുത്തരം കൊന്നത്. അവളല്ല പ്ലാൻ ചെയ്ത് അവനെ എയർപോർട്ടിന് അവിടെ കൊണ്ടുവരാന്ന്, ആ സ്പോട്ടിൽ നിർത്താമെന്നല്ല അവളെ പറഞ്ഞു. അതനുസരിച്ച ഞാൻ അവിടെ എത്തിയത്. അവൾക്ക് വേണ്ടി സാർ ഞാൻ അതൊക്കെ ചെയ്തത്. എന്റെ തടി കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലേ? കുറഞ്ഞിട്ടുണ്ടോ? കുറച്ചൊന്നും അല്ല എന്റെ പൊന്ന് അലക്സേ. ഈ കേസ് തുടങ്ങിയപ്പോ മുതലുള്ള ടെൻഷനാ. റിട്ടയർഡ് ജഡ്ജിന്റെ മോനായതുകൊണ്ട് മോളിൽ നിന്ന് വല്ലാത്ത പ്രഷറായിരുന്നു. ആ ചെക്കനെ വെച്ച് ഈ കേസ് ക്ലോസ് ചെയ്യാമായിരുന്നു. ഈ കേസിൽ ആ പെൺകുട്ടിയുടെ ഇൻവോൾവ്മെന്റ് കണ്ടുപിടിച്ചത് തന്റെ ബ്രില്യൻസ് തന്നെ. ഇനി നമ്മളെ തോണ്ടാൻ ഒരു CBIയോ ഒരു ക്രൈംബ്രാഞ്ചോ വരില്ലല്ലോ. എന്തായാലും തനിക്കൊരു പ്രമോഷൻ ഉറപ്പാ. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. ഞാൻ റിസൈൻ ചെയ്താലോ എന്ന് ആലോചിക്കുക. റിസൈൻ ചെയ്യുകയോ? ഇത്രയും നല്ല സർവീസ് റെക്കോർഡും പ്രമോഷൻ ചാൻസുമുള്ള ഈ സമയത്തോ? തനിക്കെന്താ വട്ടായോ? വട്ടായി സാർ. ഒരുതരം മടുപ്പ്. ഇനി നാട്ടിൽ ചെന്ന അമ്മയോടൊപ്പം പറമ്പും കൃഷിയൊക്കെ ആയി സ്വസ്ഥമായിട്ടിരിക്കാനാണ് മനസ്സ് പറയുന്നത്. എടോ, തന്റെ കമ്മിറ്റ്മെന്റും ഹാർഡ് വർക്കും ബുദ്ധിയും ചേർന്നാണ് താൻ ഏറ്റെടുത്ത കേസുകളെല്ലാം തെളിയിക്കുന്നത്. കേരള പോലീസിലെ ഏറ്റവും ധീരനായ ഒരു ഓഫീസറാണ് താൻ. An asset to the force. തനിക്ക് വേറെന്തോ പ്രശ്നമുണ്ട്. എന്താണെങ്കിലും പറയേ, പോംവഴിയുണ്ടല്ലോ. അല്ലാതെ റിസൈൻ ചെയ്യല്ല വേണ്ടത്. പറയേ, എന്താ തന്റെ പ്രോബ്ലം? അല്ല, സാറെന്താ യഥാർത്ഥ കാരണം പറയണ്ടെങ്കിൽ പോന്ന്? സാറിന് ഞാൻ ഒരു സമ്മാനം തരുന്നുണ്ട്. പള്ളിയിൽ അച്ഛൻ്റെ ലോഹ. അതാവുമ്പോൾ സാറിന് നന്നായി ചേരും. എടോ, എൻ്റെ അപ്പം പോലീസായിരുന്നു, അപ്പൻ്റെ അപ്പം പോലീസായിരുന്നു എന്ന് വെച്ച് ഞാനും പോലീസാവണമെന്ന് വല്ല നിയമമുണ്ടോ? കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട. കേസ്, കൊല, ഡെഡ് ബോഡി, എന്തൊക്കെ കുരിശുകളാണ് മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നത്.
സാറേ എനിക്കൊരു പരാതി പറയാനുണ്ടായിരുന്നു. ശല്യം ചെയ്യാതെ മാറി നിൽക്കടി. സാർ, അവർ വന്നിരിക്കുന്നത് അവരുടെ പ്രശ്നം നമ്മളോട് പറയാനാണ്. അപ്പം അവരെ പേടിപ്പിച്ചാൽ അവരുടെ പ്രശ്നം അവരാരോട് പറയും? അവരവരുടെ കാര്യം പറയട്ടെ. അകത്തോട്ട് വരാൻ പറ. സാർ, ആ, വരൂ. പറയൂ. എൻ്റെ ഭർത്താവിനെ 2 ദിവസമായി കാണാനില്ല സാർ. ഓട്ടോ ഓടിക്കാൻ പോയതാ. പരിചയക്കാരുടെയൊക്കെ തിരക്കി. അവർക്കാർക്കും ഒരു വിവരമില്ല സാർ. എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണേ. സുഖമില്ലാത്ത അമ്മയ്ക്കും വയ്യാത്ത കാലമുള്ള എനിക്കും അയാൾ മാത്രമേ ഉള്ളൂ. വീട്ടിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വഴക്കോ മറ്റോ ഉണ്ടായോ? അങ്ങനെയൊന്നുമില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ പോയിട്ടുണ്ടോ? ഇല്ല. എന്നാലൊരു കാര്യം ചെയ്യ്. ആ റൈറ്ററോട് പറഞ്ഞ് ഒരു പരാതി രജിസ്റ്റർ ചെയ്തോ. ഞങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. അയാളുടെ ഫോട്ടോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ദാ. അതെ, നിങ്ങൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നില്ല. ഇയാളുടെ പേരിൽ ഉടനെ തന്നെ ഒരു കംപ്ലൈൻറ്റ് വന്നേക്കും. അന്നേരം ഞങ്ങൾ പൊക്കി അകത്തിട്ടിട്ട് വിവരം അറിയിക്കാം. അപ്പം വന്ന് കണ്ടാൽ മതി. വേഗം വിട്ടോ. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഓട്ടോ ഓടിച്ച ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത്. ചെല്ല്. പറഞ്ഞത് കേട്ടില്ലേ?